ഹലോ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. അടുത്തൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ 2024 ഈ കഴിഞ്ഞ നെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സെഷൻ കഴിഞ്ഞിരുന്നു, 25 ക്വസ്റ്റ്യൻ നമ്മളതിൽ ചർച്ച ചെയ്തിരുന്നു വിശദമായിട്ട്. അതിൻ്റെ വീഡിയോ ഐഫറിൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ്. അടുത്തൊരു 25 ക്വസ്റ്റ്യനാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കൂടുതൽ സമയം നമ്മുടെ മുമ്പിലില്ല. 2025 ജൂൺ എക്സാം നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പൂർവ്വകാല ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു പാറ്റേൺ തിരിച്ചറിയുക, പഠിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു പേർപ്പസിലാണ് നമ്മൾ ഇത്തരം പേപ്പേഴ്സ് അല്ലെങ്കിൽ ഇത്തരം ഒരു അനലൈസിങ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷനിൽ ആദ്യ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജാഹിലി കവിതകളുടെ ഉള്ളടക്കം, വിഷയം എന്തായിരുന്നു? ജാഹിലി കവിതയുടെ വിഷയങ്ങൾ എന്തായിരുന്നു? പൊളിറ്റിക്കലായിട്ടുള്ള ട്രെൻഡുകൾ അല്ലെങ്കിൽ ആസ്പെക്റ്റുകൾ ഉണ്ടായിരുന്നു. കവിതയുമായി തനാഫുറാത്തുൻ ശൈലി ഉണ്ടായിരുന്നു. ജീവികൾ, സസ്യങ്ങൾ, അവകളുടെയൊക്കെ വർണ്ണനകൾ ഉണ്ടായിരുന്നു. ഈ വീടുകൾ മറ്റൊക്കെ ദ്രവിച്ച് പൊടി തീർന്നിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് പോയിട്ട് കരയുക, അത്തരം സംഗതികൾ. അതേപോലെ കൂടി പ്രേമാതുരമായിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ചില കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ. ഈ 5 ഓപ്ഷനുകളിൽ ഏതൊക്കെയായിരുന്നു ജാഹിലി കവിതകളുടെ ഉള്ളടക്കമായി വരുന്നത് എന്നതാണ് ചോദ്യം. ആൻസർ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാം. പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സംഗതികൾ ആ കാലഘട്ടത്തിൽ അത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല അല്ലേ. ഈ അമവി കാലഘട്ടത്തിലൊക്കെയാണ് ഷേറുൻ സിയാസിയ ആ രീതിയിലൊക്കെ കാര്യങ്ങൾ വരുന്നത് കാര്യമായിട്ട്. തനാഫുറാത്തുൻ ഷെയ്രിയ അല്ലേ. അപ്പോൾ ഇനി ജീവികൾ, സസ്യങ്ങൾ, ഇതിൻ്റെ വർണ്ണന. നമ്മൾ വസ്ഫ് കുതിരയൊക്കെ വസ്ഫ് ചെയ്തുകൊണ്ട് ഇംറുൽ ഖൈസ് പാടിയിട്ടുണ്ട്. അപ്പോൾ വസ്ഫുലിൽ ഹയവാനാത്ത് എന്ന് പറയുന്നതുണ്ട്. അപ്പോൾ അതേപോലെ നബാത്താത്ത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഷെയറുൻ ജാഹിലിയയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില കവിതകൾ ഖൻസായിൻ്റെയൊക്കെ കവിതകളിലുണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി ജാഹിലി കവിതകളിൽ കാണാൻ പറ്റും. ഇനി ഖൻസാ എന്ന് പറയുന്നത് ജാഹിലി കാലഘട്ടത്തിലുള്ളവരായിരുന്നല്ലോ. ഇനി ബുക്കാഉൻ അല തുലൂൽ അല്ലേ, ഖിഫാ നബ്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇംറുൽ ഖൈസ് അദ്ദേഹത്തിൻ്റെ മുഅല്ലഖ തന്നെ ആരംഭിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാമുകിയുടെ വീടിൻ്റെ ദ്രവിച്ച ഭാഗങ്ങൾക്കരികിൽ പോയി ആ ഓർമ്മകളൊക്കെ എടുത്ത് കരയുക എന്നൊക്കെ പറയുന്നൊരു ശൈലി അത് ജാഹിലി കവിതകളിൽ ഉള്ളതാണ്. ഇംറുൽ ഖൈസൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിരുന്നു. അതേപോലെ പ്രേമാതുരമായിട്ടുള്ള ലൈംഗിക താല്പര്യത്തോടെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അതൊക്കെ ജാഹിലി കവിതകളിലെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ ജീമ് ദാല് ഹ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ ആൻസറും നമുക്ക് നോക്കാം. ഓക്കെ, ഈ 3 എണ്ണമാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാര്യം ക്ലിയർ ആയി ഉണ്ടാവും. അപ്പോൾ ഇത് ഒന്നാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടു എന്നുള്ളതിനേക്കാളും ഇതൊരു തരം നഖ്ദുമായി ബന്ധപ്പെട്ട യൂണിറ്റ് 4നോട് കൂടി ബന്ധപ്പെടുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള ജുംലയെ എഴുതുക എന്നുള്ളതാണ്. റക്കിബസ് സഫീനത്ത്, അവൻ കപ്പലിൽ യാത്ര ചെയ്തു. മിഅത്താ മുസാഫിർ അല്ലെ, 200 യാത്രികർ കപ്പലിൽ യാത്ര ചെയ്തു. ഇതാണ് പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം. ഇതെങ്ങനെയാണ് അറബിയിൽ പറയുക എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ഇവിടെ ഉള്ളത് മിഅത്താ മുസാഫിറൻ എന്നാണ്, ഇവിടെ മിഅത്താ മുസാഫിറൂന എന്നുള്ളതാണ്, മിഅത്താ മുസാഫിരിൻ എന്നുള്ളതാണ്, മിഅത്തൈ മുസാഫിരിൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അദദ് മഅദൂദിൻ്റെ ഒരു ഹുക്മ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അദദ് മഅദൂദ്, അതിൻ്റെ ഹുക്മ് തിരിച്ചറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രയാസമല്ല. ഇപ്പോൾ 1, 2 ഇവകളെ മഅദൂദിനോട് മുവാഫിഖാവണം. ഓക്കെ, 3, 4, 3 to 9 മഅദൂദിനോട് മുഖാലിഫാവണം. അതിൻ്റെ കൂടെ ആ മഅദൂദിൻ്റെ ഇറാബിയായിട്ടുള്ള സംഗതി എങ്ങനെയായിരിക്കും? മുഫ്രദ് മുലാഫ് അല്ല, ജംഅ മുലാഫിൻ ഇലൈഹി ആയിരിക്കും, ജംഅ ആയിരിക്കും. അതേപോലെ മുലാഫുൻ ഇലൈഹിയും ആയിരിക്കും. ഇതിലുണ്ട് ജമ്മു മുലാഫുൻ ഇലൈഹി ആയിരിക്കും. ഇനി 10ൻ്റെ അവിടെ നോക്കണം, അത് ഒറ്റക്കാണ് എങ്കിൽ അത് മുഖാലിഫായിരിക്കും. ഇനി വേറൊന്നിൻ്റെ കൂടെയാണെങ്കിൽ മുറക്കബാണ് എങ്കിൽ അതെന്തായിരിക്കും?
മുവാഫിഖു ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അഹദ അഷറ അങ്ങനെ ഉണ്ടല്ലോ, 1 10, അപ്പോൾ 10 അഹദയുടെ കൂടെ മുറക്കബായിട്ടാണ്, ആ സമയത്ത് അത് മുവാഫിഖായിരിക്കും. അതിൻ്റെ മഅദൂദിൻ്റെ ഇറാബ് എന്തായിരിക്കും? ഇറാബുൽ മഅദൂദ് എന്തായിരിക്കും? അത് ജംഅ ആയിരിക്കും, മുളാഫുൻ ഇലൈഹി ആയിരിക്കും. അവിടെ മറ്റല്ല, മുഖാലിഫ് മുവാഫിഖ് എന്നുള്ളതിലാണ് 3ഉം 9ഉമായിട്ട് 10 വ്യത്യാസം വരുന്നത്. ഇനി 11 മുതൽ 99 വരെ അതിൻ്റെ മഅദൂദ് എന്നുള്ളത് നമ്മൾ ഈ രൂപത്തിലാണ് നോക്കുക. 11 1ഉം 10ഉം ഉണ്ടാകുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്ലസ് ചെയ്തിട്ടാണ് അവിടെ കമ്പയർ ചെയ്യുക, ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, പക്ഷേ അതിൻ്റെ മഅദൂദിൻ്റെ ഇറാബ് എന്തായിരിക്കും? അത് മുഫ്രദ് മൻസൂബായിരിക്കും. എന്ന് പറഞ്ഞാൽ തമ്മീസ് ആയിരിക്കും എന്നർത്ഥം. മുഫ്രദും ആയിരിക്കും, മൻസൂബും ആയിരിക്കും. ഓക്കെ, മുവാഫിഖ് മുഖാലിഫ് എന്നുള്ള ഒറ്റയടിക്ക് പറയാൻ കഴിയില്ല. കാരണം 11 എന്ന് പറഞ്ഞാൽ 1 + 10 ആണ്. 13 എന്ന് പറഞ്ഞാൽ 3 + 10 ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ അവിടെ അങ്ങനെ ചേർത്തിട്ടാണ് നമുക്ക് പറയാം. ഇനി 100, 1000 ഇതിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെയൊക്കെ മുഫ്രദ് മുളാഫിൻ ഇലൈഹി ആയിരിക്കും. മുഫ്രദ് മുളാഫിൻ ഇലൈഹി ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെയാണ് 100, 200 ആണല്ലേ, മിഅത്താനി 200 ആണ്. ഓക്കെ, അപ്പോൾ ഇത് മിയത്തിൻ്റെ ഹുക്കുമിൽ വരുന്നതാണ്, 200 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മുഫ്രദ് ആയിരിക്കും, മുളാഫിൻ ഇലൈഹി ആയിരിക്കും ശേഷമുള്ളത്. മുളാഫിൻ ഇലൈഹിക്ക് ജറ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മുസാഫിറൻ എന്ന് പറയുമ്പോൾ ഇവിടെ നെസ്ബ കിട്ടിയത്, അപ്പോൾ ഇത് പറ്റില്ല. മുസാഫിറൂന എന്ന് പറയുമ്പോൾ ജംആണ്, അവിടെ തന്നെ അത് പോയി. നമ്മൾ പറഞ്ഞിട്ട് മുഫ്രദും ആയിരിക്കണം, മുളാഫിൻ ഇലൈഹി ആയിരിക്കണം. ഇനി നോക്കൂ, മിഅത്താ മുസാഫിരിൻ, ഇത് മുളാഫിൻ ഇലൈഹി ആണല്ലോ, മുസാഫിരിൻ ജറുണ്ട്, അതേപോലെ മുഫ്രദുമാണ്. അപ്പോൾ ഇത് ശരിയാവാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഇനി മിഅത്തൈ മുസാഫിരിൻ, ഇതും അങ്ങനെ തന്നെയാണ് അല്ലേ, മുസാഫിരിൻ മുഫ്രദുമാണ്, മുളാഫിൻ ഇലൈഹിയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇതിലേക്ക് നോക്കും. ഇനി ഇത് വെച്ച് നോക്കുമ്പോൾ മിയത്താനി എന്ന് പറയുമ്പോൾ അതെന്താണ്? തസ്നിയാണല്ലോ, അല്ലെങ്കിൽ മുൽഹഖും ബി തസ്നിയ എന്ന് പറയാൻ പറ്റുന്നതാണല്ലോ അല്ലേ. 200 എന്ന് പറയുമ്പോൾ അലിഫ് നൂനാണല്ലോ. അപ്പോൾ തസ്നിയയുടെയും മുൽഹഖു തസ്നിയയുടെയും ഹുക്കം എന്താണ്? അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറും നസ്ബും, ഇതാണ് അതിൻ്റെ ഹുക്കം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, റക്കിബ യാത്ര ചെയ്തു, ആര്? 200 പേർ. അപ്പം ഫായിലാണ്, ഫായിലിന് റഫാണ് വേണ്ടത്. റഫിൻ്റെ സമയത്ത് അലിഫ് വേണം. അപ്പോൾ നൂനെവിടെ? അതായത് തസ്നിയയും ജമ്മൊക്കെ നൂന് എന്ത് ചെയ്യും? യുഹദഫുൻ നൂനു ഇൻദൽ ഇളാഫ അല്ലേ, ഇളാഫത്തിൻ്റെ സമയത്ത് നൂന് കളയപ്പെടും. അപ്പോൾ അവിടെ നൂനുണ്ടാവാൻ പാടില്ല, നൂനൊറ്റൊന്നിലുമില്ല. ശേഷമുള്ളത് മുലാഫിൽ ചെയ്യുമ്പോൾ മുലാഫിൽ നൂന് കളയപ്പെടണം. അപ്പോൾ മിയത്താനി എന്നുള്ള ആ നൂന് കളയപ്പെട്ടു. മിയത്താ മുസാഫിരിൻ എന്നുള്ളതാണ് നമുക്ക് ശരിയായിട്ട് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, മിഅത്താ മുസാഫിരിൻ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. 4 ട്രെൻഡുകൾ തരികയാണ്. നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം, സിംബലിസം, റിയലിസം. ഇതിൽ ഈ 4 മൂവ്മെൻറ്റുകളുടെ യഥാർത്ഥ ആശയപരമായ ഉള്ളടക്കം എന്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേ കൂടി യൂണിറ്റ് 8മായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണിത്. ഇതിൽ ഓരോന്നിൻ്റെയും ഈ നിർവചനം അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തുന്ന ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ കിട്ടും. നമ്മളിത് ആദ്യം ഇതിങ്ങനെ വായിച്ചു നോക്കുക. തഅ്തമിദു അലാ തസ്വീരിൽ വാഖിഇ, യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുക എന്നുള്ളതിനാണ് അത് ഊന്നൽ കൊടുക്കുന്നത്. വസ്തുക്കളുടെ വിശേഷണങ്ങൾ, അതിൻ്റെ പ്രകൃതം, മാനുഷികമായിട്ടുള്ള സംഗതി, അതൊക്കെ എങ്ങനെയാണോ ഉള്ളത് കമാഹി അല്ലേ, അതേ രീതിയിൽ ആ യാഥാർത്ഥ്യത്തെ ചിത്രീകരിക്കുക. അപ്പോൾ ഇത് യാഥാർത്ഥ്യം അല്ലേ, അപ്പോൾ റിയലിസമാണ് അല്ലേ. അപ്പോൾ ഇതിനോട് ഇങ്ങനെയാണ് ഒരു ബന്ധം, ഒരു സാധ്യത നമ്മൾ കാണുന്നത്. ഓക്കെ, നമ്മളത് വായിച്ച് നോക്കിയിട്ടാണോ മനസ്സിലാക്കേണ്ടത്. ഇനി തതമയ്യസു ബിൽ വഹദ അൽ ഉളുവിയ്യ, അതിൻ്റെ ആശയപരമായ ഏകത്വം ഉണ്ടായിരിക്കണം. അപ്പോൾ തഹത്തമു ബിൽ ആത്തിഫ വൽ വിജ്ദാൻ, അതേപോലെ ഇമോഷൻസ് ആ രീതിയിലൊക്കെയുള്ള കുറേ കൂടി പ്രാധാന്യം അതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റൊമാൻറ്റിസിസം എന്നുള്ളതിനും റംസിയ എന്നുള്ളതിനൊക്കെ കുറേ കൂടി ഒരു സാധ്യത നമ്മൾക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി നോക്കുക. ഖാമത്ത് ബി സൗറത്തി അലൽ ക്ലാസിക്കിയ, ക്ലാസിസത്തിന് എതിരായിട്ട് വന്നു. ഖുയൂദിഹ, അതിൻ്റെ നിയമപരമായിട്ടുള്ള കുറേ കെട്ടിക്കൊടുക്കുകളും അല്ലെങ്കിൽ കുറേ കൂടി കണിശമായിട്ടുള്ളൊരു രൂപം ഉണ്ടല്ലോ, അതിനെതിരെ. ദഅവത്തിലെ ലിബ്ദാഇ വ തജ്രിബ, ഒരു പുതുമ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടു. അപ്പോൾ അത് കുറേ കൂടി ക്ലിയർ ആണ് അല്ലേ. ക്ലാസിസത്തിനെതിരെ വന്നിട്ടുള്ള മൂവ്മെൻ്റാണ് റൊമാൻറ്റിസം. അപ്പോൾ ബ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇത് ആരിലേക്ക് തന്നെ പരിമിതപ്പെടുന്നുണ്ട്? ഏറെക്കുറെ റംസിയിലേക്ക് തന്നെ പരിമിതപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ വെച്ചിട്ടുള്ളത് എങ്ങനെയാണ്? ക്ലാസിസത്തിൻ്റെ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ബാഇൻ്റെ നമുക്ക് കിട്ടി ഏതാണ്? 3 ആണെന്ന് കിട്ടി. ജീമിൻ്റെ നമുക്ക് എന്താണെന്ന് കിട്ടി? 2 ആണ് എന്ന് കിട്ടി. പിന്നെ ദാലിൻ്റേത് നമുക്ക് 1 ആണെന്നും കിട്ടി. ഇനി പിന്നെ അലിഫിൻ്റേത് ബാക്കി ഏതേ ഉള്ളൂ?
4 ഉള്ളൂ. നാട്ട് എഴുതി കൊടുത്താൽ മതി. ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ തൽതസിമു ബിൽ മുഹാഫദ താമ അല വഹദത്തിൽ വസിന്, വസിന് ഒന്നാവണം, കാഫി ഒന്നാവണം, മൗലു ഒന്നായിരിക്കണം. ആ സാമ്പ്രദായികമായിട്ടുള്ള ആ ഫ്രെയിം വർക്ക്, ആ സ്റ്റൈല് നിലനിർത്തുകയും വേണം. അതൊക്കെ പഴയ ശൈലിയിൽ തന്നെ തുടരണം എന്ന് പറയുന്നത് ക്ലാസിസത്തിൻ്റെ വക്താക്കളാണ്. അപ്പോൾ അലിഫ് 4 ആണ്. ഓക്കെ, അപ്പോൾ അലിഫ് 4 എന്നുള്ളതൊരു 2 ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. പിന്നെ ബാ 3 എന്ന് ഇവിടെ ഒരു ഓപ്ഷനിലേക്ക് കാണുന്നു. ജീമ് 2, ദാല് 1 അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കില്ല. ഓപ്ഷൻ 4 ആണോ എന്ന്. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, തെറ്റ് ഏതാണെന്നാണ് കണ്ടെത്തേണ്ടത്. എപ്പോഴും ശരിയാണല്ലോ കണ്ടത്. ഇപ്പോൾ തെറ്റ് നോക്കിയാൽ മതി. തശ്ബീഹു തംസീൽ ലാ യൂജദു ഫീഹി വജുഹു ശബഹി മുഫ്രദം വവാദിഹ. വജുഹു ശബഹ് അതിൽ മുഫ്രദായിരിക്കില്ല, സിംഗുലർ ആയിരിക്കുകയില്ല. അത് ശരിയാണോ തെറ്റാണ്? തശ്ബീഹ് മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ മുഷബ്ബഹ് ബിഹിയുടെ സ്ഥാനത്ത് നിർത്തപ്പെടും. മുജ്മൽ എന്ന് പറഞ്ഞാൽ അദാത്ത് കളയപ്പെടും. മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വജുഹു ശബഹ് പറയപ്പെട്ടത്. ഇതിലേതാണ് തെറ്റായ പ്രയോഗം? ഇതിൻ്റെ നിർവചനത്തിൽ ഏതോ ഒന്ന് തെറ്റാണ്. അതേത് എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. അദാത്ത് കളയപ്പെട്ടതാണ്. നമുക്ക് ഓരോന്നിനെയും ഒന്ന് ചെറുതായിട്ടൊന്ന് പരിചയപ്പെടാം. തശ്ബീഹ് തംസീൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ തശ്ബീഹ് തംസീൽ, ഇസ്തിയാറ തംസീലി, അതൊക്കെ ഒരു സെൻറ്റൻസ് ആയിട്ട് വരുന്നതാണ്. അല്ലെങ്കിൽ ഒരു തർക്കീബായിരിക്കും അവിടെ ഒരു കലിമത്തായിരിക്കില്ല, ഒരു തർക്കീബായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ജുഷബഹ് മുഫ്രദ് അല്ലാത്തത്, അപ്പോൾ തർക്കീബായിരിക്കും അവിടെ, സിംഗുലർ ആയിരിക്കില്ല, സെൻറ്റൻസ് ഒന്നാകെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതാണ് തശ്ബീഹ് തംസീൽ എന്ന് പറയുന്നത്. ഇനി തശ്ബീഹ് മഖ്ലൂബ് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ഉൾട്ടയായിട്ട് വരും. സാധാരണ മുഷബ്ബഹ് ബിഹിയാണ് അഖ്വയാവുക. ഇവിടെ മുഷബ്ബഹായിരിക്കും അഖ്വ ആവുക. മുഷബ്ബഹ് അഖ്വ ആണെങ്കിൽ എന്താക്കണം നമ്മൾ? നേരെ ഈ മുഷബ്ബഹ് ബിഹിയെ പിടിച്ചിട്ട് മുഷബ്ബഹിനെ പിടിച്ചിട്ട് മുഷബ്ബഹ് ബിഹി ആക്കണം. അപ്പോഴേ അഖ്വ ആവുള്ളൂ. ഇപ്പോൾ സാധാരണ വജുഹുഹു കൽ ഖമർ എന്നാണ് പറയേണ്ടത്. അവൻ്റെ മുഖം ചന്ദ്രനെ പോലെയാണ്. കാരണം ഈ തിളക്കവും ഭംഗിയൊക്കെ കൂടുതൽ ചന്ദ്രനുണ്ടാകും. അപ്പോൾ മുഷബ്ബഹ് ബിഹിയായ ഖമറാണ് അഖ്വ. ഇത് നേരെ തിരിച്ച് പറയും. ഓൻ്റെ മുഖം ഭയങ്കര ഉഷാറാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയുക? അൽ ഖമറു ക വജിഹിഹി എന്ന് പറയുക. ആ ചന്ദ്രൻ ഇവൻ്റെ മുഖം പോലെ ഉണ്ടല്ലോ ഉഷാറിൻ്റെ വിഷയത്തിൽ. അപ്പോൾ എന്ത് ചെയ്തു? യഥാർത്ഥത്തിൽ മുഷബ്ബഹായ വജിഹി എന്നുള്ളതിനെ മുഷബ്ബഹ് ബിഹിയാക്കി, യഥാർത്ഥത്തിൽ മുഷബ്ബഹ് ബിഹിയായിട്ടുള്ള ഖമറിനെ മുഷബ്ബഹുവാക്കി. അപ്പോൾ തശ്ബീഹ് മഖ്ലൂബ് പറഞ്ഞാൽ മുഷബ്ബഹ് ആയിട്ടുള്ളത് മുഷബ്ബഹ് ബിയുടെ സ്ഥാനത്തിറങ്ങി. ശരിയാണ്. ഓക്കെ, ഇതും ശരിയാണ്, നമ്മൾ വിശദീകരിച്ചു. ഇനി മുഫസ്സൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറയാറുണ്ട് തശ്ബീഹ് ഇങ്ങനെ പരന്നു പോകുക. ഇപ്പോഴങ്ങനെ പരന്നു പോവുക, വിശാലെ പോവുക. അവിടെ വജുഷബൈനി ഫി ഷജാഅത്തി സെയ്ദുൻ കല്ലസദി ഫി ഷജാഅത്തി എന്നൊക്കെ പറഞ്ഞാൽ തശ്ബീഹ് അങ്ങോട്ട് വലുതായി പരന്നു, തഫ്സീലാണ് സംഭവിച്ചു. ഓക്കെ, ഇനി മുജ്മൽ എന്ന് പറയുന്നത് അവ്യക്ത അല്ലേ? അതെപ്പോഴാണ് അവ്യക്തത ഉണ്ടാവുക? സെയ്ദ് സിമത്തെ പോലെയാണ്. ഏത് വിഷയത്തിൽ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അവിടെ ഒരു ഇജ്മാലുണ്ട്. അപ്പോൾ ഈ മാ ഹുദിഫത്ത് മിൻഹു വജുഹുഷബഹ് കളയപ്പെടുന്നതിനാണ് എന്ത് പറയുക? മുജ്മൽ എന്ന് പറയാം. ഓക്കെ, വജുഹുഷബഹുമായി ബന്ധപ്പെട്ടതാണ് മുജ്മലും മുഫസ്സലും. ഇനി അദാത്തുമായി ബന്ധപ്പെട്ട അദാത്ത് കളയപ്പെട്ടാൽ എന്താണാവുക? അദാത്ത് കളയപ്പെട്ടാൽ അത് മുഅക്കദ് പവർ കൂടുക ചെയ്യുക. സെയ്ദുൻ അസദുൻ, സെയ്ദ് സിംഹം തന്നെയാണെന്നുള്ള രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ തശ്ബീഹിന് പവർ കൂടുകയാണ്. ഇനി അദാത്ത് പറയപ്പെട്ടാലോ? അദാത്ത് പറയപ്പെട്ടാലോ തശ്ബീഹ് നിലംപൊത്തി അല്ലേ? സെയ്ദ് സിംഹത്തെ പോലെയാന്ന് പറഞ്ഞാൽ ആ സിംഹവും സെയ്ദും തമ്മിൽ കുറേ അന്തരമുണ്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? താഴ്ത്തപ്പെടുക അല്ലേ? മുർസൽ, തശ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ ദുഃഖിറൽ അദാത്തു. ഓക്കെ, ഇതാണ് തശ്ബീഹുകളുമായി. പിന്നെ അദാത്തും വജുവും രണ്ടും കൂടി കളയപ്പെട്ടാൽ ബലീഗാവുകയും ചെയ്യും. ഓക്കെ, ഇനി ജാഹിദുമായി ബന്ധപ്പെട്ട ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ ഈ അടുത്തായിട്ട് വരികയാണ് 5 സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിക്കുക. ഓക്കെ, അദ്ദേഹം ഇഹ്തക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെടുക ആ രീതിയുള്ളതിനുള്ള ഇഹ്തക്ക എന്ന് പറയുന്നത്. അദ്ദേഹം ബഗ്ദാദിലെ ഇൽമ് അദബ് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ അസ്മാഇ അഖ്ഫഷ് ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ബുഖലാ എന്ന് പറയുന്നത് ബലാഗയിലെ ആദ്യത്തെ ശ്രമമാണ്. ശരിയല്ല അല്ലേ? ഹയവാൻ എന്ന് പറയുന്നത് ഈ പറയുന്ന അവിടുത്തെ വിവിധ കാര്യങ്ങളെ സ്ഥാപിക്കുന്നു. ഇനി തർബീയ തദ്വീർ എന്ന് പറയുന്നത് ബലാഗത്തിലെ ആദ്യത്തെ ശ്രമമാണ്. ബയാനു തബീനാണ് ബലാഗയുടെ ആദ്യത്തെ ശ്രമം എന്ന് പറയുന്നത്. അപ്പോൾ അലിഫ് ശരിയാണ്, ഹാഉം ശരിയാണ് അല്ലേ? അലിഫും ശരിയാണ്, ഹാഉം ശരിയാണ്, ജീവും അല്ലേ? അബ്ബാസി കാലഘട്ടത്തിലെ ലക്ഷ്യവൈവിധ്യങ്ങളുമായി ബന്ധപ്പെട്ട കിതാബുൽ ഹയവാൻ എന്താകുന്നുണ്ട്? ആവിഷ്കരിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അലിഫ്, ജീമ്, ഹാ ഇതാണ് ശരി എന്ന് പറയും. അപ്പോൾ ബയാനുവ തബീനാണ് ഇൽമുൽ ബലാഗയുടെ ആദ്യ ശ്രമം എന്ന് പറഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ എങ്ങനെയാണ് എന്നുള്ളതല്ല. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പുണ്ടായിരുന്ന
സീബവൈഹി, അദ്ദേഹത്തിൻ്റെ കിതാബ് സീബവൈഹി എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഫറാഇൻ്റെ മജാസുൽ ഖുർആൻ ആ രീതിയിലുള്ള മറ്റേ ഗ്രന്ഥമുണ്ട്. പിന്നെ അബൂ ഉബൈദ് ഉണ്ട്, അവർക്ക് മുമ്പ് അസ്മഇ ഉണ്ട്. ഇവരൊക്കെ ഈ ബലാഗയുമായി ബന്ധപ്പെട്ടുള്ള രചനകളുടെ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ജാഹിദ് എന്താകുന്നത് കുറേ കൂടി വ്യവസ്ഥാപിതമായിട്ട് വരുന്നതെന്ന് മാത്രം. അതല്ലാതെ അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടത് സീബവൈഹിയും ഫറാഉം അസ്മഇയും അബൂ ഉബൈദ മഅമർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എന്തായിട്ടുണ്ട്, ആ ഫന്നിൽ ഇൽമുൽ ബലാഗയുടെ ഫന്നിൽ രചന നിർവഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള കാര്യങ്ങളുടെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പൂർണ്ണാർത്ഥത്തിൽ അതിൻ്റെ ഒരു വാദിയായിട്ടൊക്കെ പരിചയപ്പെടുത്തപ്പെടുന്നത് 5-ാം നൂറ്റാണ്ടിൽ വരുന്ന അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ് എന്ന് മാത്രം. ഓക്കെ, ഇനി താഴെയുള്ള മൂവ്മെൻറ്റുകൾ എന്ത് ചെയ്യുക, തസാവുദി ഓർഡറിൽ ശരിയാക്കുക. ഇത് ക്വസ്റ്റ്യൻ ഡ്രോപ്പായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നോക്കൂ, നമുക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുക, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് തസാവുദി എന്ന് പറയുക അല്ലേ, സ്മോള് ബിഗ്. ഓക്കെ, ചെറുതിൽ നിന്ന് വലുതിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുന്നത്, തസാവുദി എന്ന് പറയുന്നത്. അപ്പോൾ അറബി ആകുമ്പോൾ ഇംഗ്ലീഷിൽ, അറബിയിൽ ഇങ്ങനെ ഉണ്ടാകുക, ചെറുതുനിന്ന് വലുതിലേക്ക്. നമ്മൾ ചെറുതെന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ മുമ്പൊക്കെ പറഞ്ഞ് തർത്തീബ് തസാവുദി, തർത്തീബ് തനാസുലി എന്ന് പറഞ്ഞ് മാത്രം ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിൽ ലഭ്യമാവും. ദിവാൻ രൂപീകരിക്കപ്പെട്ടത് 921, മുന്ദുലിസിയ 933, 32 രണ്ടും പറയാറുണ്ട്. അപ്പോൾ 1932, റാബിത്ത് 1920. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് രൂപീകരിക്കപ്പെട്ടതായിരിക്കും. ബാ ആയിരിക്കും ഏറ്റവും ചെറുത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നീട് 932 വന്നിട്ടുള്ളതായിരിക്കും ചെറുത്. ഈ സംഖ്യ വലുതാണോ ചെറുതാണോ എന്നല്ല നമ്മളെ വിഷയം. വയസ്സ് കുറവ് ഇപ്പോൾ ഈ യുസ്ബൗന്ദുൽസിയയ്ക്കും 920 ഉണ്ടായ ഒരാളും 933 ഉണ്ടായ ഒരാളായിട്ട് ആരാ വലിയ ആൾ, 920 ഉണ്ടായ ആളല്ലേ, അതേ ലോജിക്ക് തന്നെ ഇവിടെ ആലോചിച്ചാൽ മതി. അപ്പോൾ യുസ്ബൗന്ദുൽസി ആയിരിക്കും ഏറ്റവും ചെറുത്, പിന്നെ അപ്പോളോ ആയിരിക്കും, പിന്നെ മദ്രസത്തു ദീവാനായിരിക്കും, പിന്നെ റാബിത്ത കലമിയ ആയിരിക്കും. അവരെ ഫസ്റ്റ് ഇത് ശരിയാക്കി തന്നിരുന്നു. ഉസ്ബൗന്ദുൽസിൻ്റെ മുമ്പ് ആരെ കൊടുത്തിട്ട്, അപ്പോളനെ കൊടുത്തിട്ട് അവരെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡ്രോപ്പ് ചെയ്തു. ഇത് ആൻസറായിട്ട് ഇവിടെ കൊടുക്കാമായിരുന്നു അവർക്ക്, പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ബാജ അദ എന്ന് പറയുന്നതിന് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അങ്ങനെ വരികയാണല്ലോ. ഉസ്ബൗന്ദുൽസി എന്ന ചെറുതിൽ നിന്നും റാബിത്ത കലമിയ എന്ന് പറയുന്ന വലുതിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അവരതെന്തായിട്ടില്ല, ആൻസറായി കൊടുത്തിട്ടില്ല, അതൊരു ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മുറൂജ് ദഹബിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അത് താരീഖും അദബും ഉൾക്കൊള്ളുന്നു, താരീഖും ജോഗ്രഫിയും ഒക്കെയാണ് ഉൾക്കൊള്ളുന്നത് അല്ലേ. അതേപോലെ അത് അബുൽ ഹസൻ മസ്ഊദിയുടെ രചനയാണ്. മസ്ഊദി ഇത് രചിച്ചു, പിന്നെ വസീത്ത് എന്നതിനെ മുഖ്തസറാക്കി. അങ്ങനെയല്ല, അഖ്ബാറുസ്സമാൻ എന്ന് പറയുന്നത് ആദ്യം രചിച്ചു, വലിയൊരു ഗ്രന്ഥം. പിന്നീട് അത് ഔസത്തായി, പിന്നീടാണ് അതിൽ നിന്ന് എന്ത് വരുന്നത്, മുറൂജ് ദഹബ് വരുന്നത്. ഓക്കെ, ആ രീതിയിലാണ് അതിൻ്റെ ക്രമം എന്ന് പറയുന്നത്. ആദ്യം അഖ്ബാറുസ്സമാൻ, പിന്നീട് ഔസത്ത്, പിന്നീടാണ് മുറൂജ് ദഹബ് വരുന്നത്. ഇനി ഒന്നാമത്തെ ജുസ് എന്താണ്, അമ്പിയാക്കൾ, ബിഹാർ നാടുകളൊക്കെ ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തേത് ഇസ്ലാം അല്ലെ, അലി ബിൻ അബി ത്വാലിബ് മുതൽ മുത്തിയുലില്ല വരെയുള്ള പരാമർശം. അപ്പോൾ ഇതിൽ നമുക്ക് ബാ ശരിയാണ്, അതേപോലെ ദാല് ശരിയാണ്, ഹാഉം ശരിയാണ്. ബാ ദാല് ഹാ ശരിയാണ് എന്നുള്ളതാണ് ഒരു സാധ്യതയായിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ക്ലിയർ ആണ് അല്ലേ. അപ്പോൾ മസ്ഊദിയുടെ കിതാബുമായി ബന്ധപ്പെട്ട 5 സ്റ്റേറ്റ്മെൻറ്റുകൾ തരികയാണ്. യൂണിറ്റ് 6 നിന്ന് നേരത്തെ ബയാനു തബീൻ എന്നുള്ള നിലയ്ക്ക് അത് യൂണിറ്റ് 2 ജാഹിലിൻ്റെ കൂടി പശ്ചാത്തലത്തിലുള്ള ചോദ്യമാണ്. ഇതിപ്പോൾ മുറൂജ് ദഹബ് എന്ന് പറയുന്ന അടുത്തൊരു ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ത്വാഹ ഹുസൈൻ്റെ രചന അല്ല ഇത്, സിമ്പിളായിട്ട് അറിയില്ല. ഹദീസുൽ അറബിയ മിൻ ഹദീസ് നസരി ഉഷാർ, ഫുസൂലും ഫിൽ അദബി വൻ നഖദിലെ ഫുസൂൽ, വളരെ ഫസലുകളൊക്കെ കൂടുതലായിട്ട് നഖദുമായി ബന്ധപ്പെട്ട് പറയാൻ യോഗ്യനായ ആൾ ആരെന്നെയാണ്, ത്വാഹ ഹുസൈൻ തന്നെയാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ രചനയാണ്. സിഖാഖുൽ മുദ്ഖ് എന്ന് പറയുന്നത് നജീബ് മഹ്ഫൂദിൻ്റെ റിവായയാണ് അല്ലേ, റിവായ ലി നജീബ് മഹ്ഫൂദ്. ഓക്കെ, നജീബ് മഹ്ഫൂദിൻ്റെ റിവായയാണ് സിഖാഖ് അൽ മുദ്ഖ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരിയല്ലാത്ത, നേരത്തെ നമ്മൾ ശരിയായ ജുംലയിന് എഴുതാൻ പറഞ്ഞത്, ഇത് ശരിയല്ലാത്ത ജുംലയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കൂ, ഗലബത്തു ഞാൻ വിജയിച്ചു, ആരോടല്ലതി ഒരുത്തനോട്, ഗലബനി എന്നെ കീഴടക്കി ഒരുത്തനെ ഞാൻ കീഴടക്കി. അത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഗലബത്തു അല്ലതി എന്നുള്ളത് മൗസൂലയാണ്, മഫൂലിൻ്റെ സ്ഥാനത്താണ്, സില വേണം എന്നേ ഉള്ളൂ. സിലയുണ്ട്, സിലയിൽ നിന്ന് ഫായിൽ ആയിട്ട് ലമീർ മടങ്ങുന്നതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇനി ഹെവറല്ലദാനി കാന മുസാഫിറാനി, ഹെലറ 2 പേർ ഹാജറായി. എങ്ങനെയുള്ള 2 പേര്, അവരും യാത്രികരായിരുന്നു. അത് ശരിയാണോ?
കാന മുസാഫിറാനി അല്ലേ. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു കാന അല്ല, ഇത് തസ്നിയാണ്. തസ്നിയുടെ പ്രത്യേകത അലിഫ് കൊണ്ട് റഫ്, യാ കൊണ്ട് ജറും നസുബും. അപ്പോൾ ഇവിടെ കാനയുടെ പ്രത്യേകത എന്താ? കാനക്കുള്ളൊരു അമൽ എന്ന് പറഞ്ഞാൽ കാന ഇസ്മിന് റഫ് ചെയ്യും, ഖബറിന് നസ്ബുൻ ചെയ്യും. അതാണ് കാനയുടെ പണി എന്ന് പറഞ്ഞാൽ. കാന ഇവർ രണ്ടുപേരായിരുന്നു. അപ്പോൾ കാനയുടെ ഉള്ളിൽ തസ്നിയൻ്റെ ലമീറുണ്ട്, അത് അല്ലദാനിയിലേക്ക് മടങ്ങുന്നതാണ്. ആ ഒരു ലമീറാണ് കാനയുടെ ഇസ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മിന് അത് റഫ് ചെയ്തു. ഓക്കെ, ഇനി ഖബറാണ് മുസാഫിറാനി. അപ്പോൾ ഖബറിന് നെസ്ബ വേണ്ടത് അല്ലേ? ഖബറിന് നെസ്ബാണ് നമ്മൾ മനസ്സിലായി. ഇനി ഈ നെസ്ബ് എങ്ങനെയാണ് കിട്ടുക? ഇത് തസ്നിയാണല്ലോ, തസ്നിയൻ്റെ നെസ്ബ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, യാവ് കൊണ്ടാണ് നെസ്ബ്. അപ്പോൾ മുസാഫി റൈനി എന്ന് പറയണം. ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു, മുസാഫിർ ആനി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാന്ന് ഉറപ്പ്. ഇനി വേറെ ഏതോ തെറ്റുണ്ടോ എന്ന് നോക്കുക. സാഫറത്ത് യാത്ര ചെയ്തു, അല്ലത്തി ഒരു സ്ത്രീ, കാനത്ത് അവളായിരുന്നു ഇന്ദിര, ഞങ്ങളുടെ അടുക്കലുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുക്കലുള്ള പെണ്ണ് ഇവിടുന്ന് പോയി. ഇനി ലാ തൗക്കുൽ നീ കഴിക്കരുത്, മാ ഒന്നിനെ, ലാ തസ്തത്തിയു ഹൽമഹു ആ ഒന്നിനെ നിനക്ക് ചവയ്ക്കാനും മറ്റൊന്നും കഴിയില്ല, അങ്ങനത്തെ ഒന്നിനെ നീ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. അപ്പോൾ മാ എന്നുള്ളത് മൗസൂലയാണ്, അതിൻ്റെ സിലയാണിത്. ആ സിലയിൽ നിന്ന് അതിലേക്ക് മടങ്ങുന്ന ഒരു ആയുധമൊക്കെ ഇവിടെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പോൾ ഒന്നാണ് തെറ്റായിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ഹദറല്ലദീനി കാനാ മുസാഫിറാനി. ഇനി മാറുൻ നഖാഷിൻ്റെ മസ്റഹിയ അബുൽ മുഗഫലുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിഷയം അദ്ദേഹം കലീല വ ദിംനയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. 849 849 50 എന്നൊക്കെ പറയാറുണ്ട്, 49 എന്ന് ഫാഹൂരിയിൽ ആ ഡേറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ഇത് അൽഫു ലൈലയിൽ നിന്നാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് എഴുതിയിട്ടുള്ളത് 852 എന്നുള്ളത് തെറ്റാണ്. അതേപോലെ മുള്ളർ അൽ ഫറൻസി എന്നുള്ളതിൽ നിന്നാണ് അതിൻ്റെ വിഷയം. നമുക്കറിയാം മുള്ളർ അൽ ഫറൻസി എന്നുള്ളതിൽ അൽ ബഖീൽ അല്ലേ, അൽ ബഖീൽ ആണ് ആ രീതിയിൽ അദ്ദേഹം അതിൻ്റെ വിഷയത്തെ സ്വീകരിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ അൽഫ് ലൈല വ ലൈലയിൽ നിന്നാട്ടോ അല്ലേ, കലീല ദിംന നമ്മൾ പറഞ്ഞത്. അൽഫ് ലൈല വ ലൈലയിൽ നിന്നാണ് എന്തായിട്ടുള്ളത്, അതിൻ്റെ വിഷയത്തെ അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുള്ളത് കലീല ദിംന. അപ്പോൾ ബാ ജീമ് എന്നുള്ളതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശരിയായ ജുംല ഏത്? ഇവിടെയും അങ്ങനെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ശരിയായ ജുംല ഏത് എന്ന് കണ്ടെത്താൻ. ഇത് കൗന് എന്നല്ല കേട്ടോ, ഒക്കെ കവ്വിൻ തന്നെയാണ്, ഒക്കെ കവ്വിൻ തന്നെയാണ്. ഓക്കെ, കവ്വിൻ നീ ഉണ്ടാക്കണം, സിത്ത ജുംലത്തൻ 6 ജുംലയെ നീ ഉണ്ടാക്കണം, തഷ്തമിലു ആ ജുംല ഉൾക്കൊള്ളും, കുല്ലു വാഹിദിൻ മിൻഹ ആ ജുംലകളിൽ നിന്നുള്ള ഓരോന്നും ഉൾക്കൊള്ളും, അലാ നഅത്തിൻ ഹഖീഖിയിൻ ഒരു യഥാർത്ഥ നഅത്ത്. അപ്പോൾ ഒരു സിഫത്തുള്ള 6 ജുംല ഉണ്ടാക്കുക, അങ്ങനെ ഉണ്ടാക്കാനല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഒരു സിഫത്ത് ഉൾക്കൊണ്ടിട്ടുള്ള 6 ജുംലയെ ഉണ്ടാക്കണം എന്ന് അറബിയിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ഇവിടെ നോക്കൂ, കവ്വിൻ സിത്ത ജുമലത്തൻ, പോട്ടെ ജുംലത്തൻ അല്ലേ, അങ്ങനെ അവിടെ ഉള്ളത്. ഇവിടെ സിത്തത്ത ജുമലിൻ എന്നുള്ളത്, ഇവിടെ സിത്ത ജുമലിൻ എന്നുള്ളത്, ഇവിടെ സിത്ത ജുമലിൻ. ഇനി ഇവിടെ ഈ 3 ഒരു രൂപമാണ്, ഇത് വേറെ രൂപത്തിലാണ്. ഇനി ഇത് തഷ്തമിലു, ഇവിടെ യസ്തമിലു. ഓക്കെ, ഇവിടെ കുല്ലു വാഹിദിൻ മിൻഹ അല നഅത്തിൻ ഹഖീഖിയ്യിൻ. ഇത് ഹഖീഖിയ്യ് എന്നുള്ളതൊക്കെ പിന്നെ കുറേ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഇത് വരും. ഇവിടെയാണ് നമ്മൾ കാര്യമായിട്ട് പ്രശ്നമായിട്ട് വരുന്നത്, അല്ലാതെ ഇതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കണ്ട കേട്ടോ. ഇതൊക്കെ ഹഖീഖിയ്യ് എന്ന് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, നോക്കൂ. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ അദദ് മഅദൂദിൻ്റെ പ്രശ്നം തന്നെയാണ്. ഇവിടെ മഅദൂദുമായി എന്ത് ചെയ്യണം, മുഖാലിഫ് ആവണം. 6 6ൻ്റെ നിയമം നമ്മൾ പറഞ്ഞു, മഅദൂദുമായി മുഖാലിഫ് ആവണം. അപ്പോൾ ജുംലത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മുഫ്രദ്. ഇത് മുഅന്നസാണോ? മുഅന്നസാണ്. അപ്പോൾ ജുംലത്ത് എന്നുള്ളത് മുഅന്നസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അദദായിട്ടുള്ള സിത്ത് മുദക്കറായിട്ടാണ് വരേണ്ടത്. ഇത് മുഅന്നസാകുമ്പം ഇത് മുദക്കറായിട്ട് വരും. അപ്പോൾ സിത്ത് എന്നാണ് വരേണ്ടതെന്ന് തീരുമാനിക്കുക. കാരണം ജുംലത്ത് മുഅന്നസാണ്, അതുകൊണ്ട് സിത്ത് എന്നുള്ള അദദ് മുദക്കറായിരിക്കണം. ഇനി നമ്മൾ നോക്കേണ്ടത് സിത്ത് എന്ന് പറയുന്ന അദദിൻ്റെ കൂടെ വരുന്ന മഅദൂദ് എന്തായിരിക്കണം, മുഫ്രദാണോ ജംആണോ എന്നൊക്കെ അല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ജംആയിരിക്കും. അപ്പോൾ ജുംലത്ത് എന്ന് മുഫ്രദായിട്ട് വരാൻ പാടില്ല, ജുമല് എന്ന് വരണം. എന്നിട്ടോ അത് മുലാഫിനിലേക്ക് ആവുകയും വേണം. അപ്പോൾ സിത്ത ജുമലിനെ വരാൻ പാടുള്ളൂ. സിത്ത ജുംലത്തിന്, ഇത് തെറ്റാന്ന് മനസ്സിലായി, ഇത് ജുംലത്തിന് തന്നെ കേട്ടോ. സിത്തത്ത അല്ലേ, നമ്മൾ സിത്ത് എന്ന് വരണം എന്നാണ് പറഞ്ഞത്. ഇത് ശരിയായിരുന്നു, പക്ഷേ ഇത് തെറ്റി. ഇത് ഇവിടെ തെറ്റി, ഇത് ശരിയായിരുന്നു അല്ലേ, രണ്ടും കൂടി ശരിയാവണം.
സിത്ത ജുമലിൻ സിത്ത ജുമലിൻ, സിത്ത ജുമലിൻ സിത്ത ജുമൽ. ഇത് രണ്ടും ശരിയാണ്. ഇനി അടുത്ത്, അപ്പോൾ അവിടെ നമുക്ക് ആൻസർ കിട്ടിയില്ല. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണ്. ജുമലിൻ എന്ന് പറയുന്നത് ജംആണ് അല്ലേ. ഈ സാധനത്തെ അതിൻ്റെ സിഫത്തായിട്ട് വരുമ്പോൾ അതെന്താവണം? മുഅന്നസായിരിക്കണം. ഓക്കെ. ജുമലിൻ തഷ്തമിലു എങ്ങനെയുള്ള ജുംലയാണ്? തഷ്തമിലു കുല്ലു അല്ല സിത്ത ജുമലിൻ തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ, അതിൽ നിന്നുള്ള ഓരോന്നും എന്ത് ചെയ്യും? ഉൾക്കൊള്ളും. ഇവിടെ സിത്ത ജുമലിൻ യഷ്തമിലു കുല്ലു വാഹിദിൻ മിൻഹു അല്ലേ. ഇവിടെ ആ ജുംലകളിൽ നിന്നുള്ള ഓരോന്നും ഉൾക്കൊള്ളും. ഇവിടെയോ മിൻഹു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജുംല എന്ന് പറയുന്നത് എന്താണ്? മുഅന്നസാണ്. അതിലേക്ക് ഹ എന്നാണോ ഹു എന്നാണോ മടങ്ങേണ്ടത്? മുദക്കറിലേക്ക് ഹു എന്നും മുഅന്നസിലേക്ക് ഹ എന്നുമാണ് മടങ്ങേണ്ടത്. സിത്ത ജുമലിൻ തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹാ അലാ നഅത്തിൻ ഹഖീഖിയിൻ. ഓക്കെ, കണ്ടോ? തഷ്തമിലു ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത് നോക്കണ്ട, ഇത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയതാണ്. ബാക്കി മെയിനായിട്ടുള്ള ഈ സംഗതികൾ നോക്കിയാൽ മതി. സിത്ത ജുമലിൻ തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹാ അലാ നഅത്തിൻ ഹഖീഖിയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ അയച്ചാൽ മതി? മിൻഹ എന്ന് ജുമലേക്ക് മടങ്ങുമ്പോൾ അത് മുഅന്നസായിട്ട് മടങ്ങണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് സി എന്ന് പറയുന്നതാണ് ശരിയായിട്ടുള്ളത്. ഇനി യഷ്തമിലു എന്നുള്ളതാകുമ്പോൾ ഇവിടെ കുല്ല് എന്ന് പറയുന്നത് മുദക്കറും മുഅന്നസൊക്കെ ആവാറുണ്ട്. പക്ഷേ ഈ കുല്ലു വാഹിദത്തിൻ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഈ കുല്ല് കളഞ്ഞാലും വാഹിദത്ത് എന്നുള്ളത് നേരിട്ട് അതിനോട് ബന്ധിക്കാൻ പറ്റുന്നൊരവസ്ഥയിലാണല്ലോ ഉണ്ടാവുക. ഇനി അയ്യനൽ ജുംല സ്വഹീഹ മിമ്മാ യലി, ഈ ജുംല ശരി ഏതാണ്? ഏത്തഖല ശുറത്തി കിലൽ മുജിരി മെയിനി അമാമൽ ബങ്ക്, ബാങ്കിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തു? 2 കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു പോലീസ്. അപ്പോൾ ഇവിടെ എല്ലാത്തിലും കാണുന്നത് കില എന്ന് പറയുന്നതാണ് അല്ലേ. അപ്പോൾ ഇത് കിലയുമായി ബന്ധപ്പെട്ട ഒരു ഹുക്കുമാണ്. തസ്നിയയിൽ പറയപ്പെടുന്നതാണ് കില എന്ന് പറയുന്നത്. എന്താണ് കില എന്ന് പറഞ്ഞാൽ? കില എപ്പോഴും മുദാഫായിരിക്കും. അപ്പോൾ അതിന് മുദാഫിലേഹി ആരായിരിക്കും? മുദാഫിനിലേഹി ഒന്നുകിൽ ലമീറായിരിക്കും, അല്ലെങ്കിൽ ലാഹിറായിരിക്കും. ലമീറാകുന്ന സമയത്ത് കില എന്തായിരിക്കും? മുഅറബായിരിക്കും. കില എന്ന് പറയുന്നത് ലാഹിറിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പെട്ടാൽ അത് മഖ്സൂർ പോലെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാവില്ല. എപ്പോഴും കില തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇഴ്തഖല ശുറത്തിയു കിലൽ മുജിരി മെയിനി, കിലൽ മുജിരി മെയിനി. അപ്പോൾ മുലാഫിലേഹി ആണെന്ന് പറഞ്ഞു. കില മുലാഫായിരിക്കും, ശേഷമല്ല മുലാഫിനിലേഹി ആയിരിക്കും. രണ്ടാളെന്നുള്ള അർത്ഥത്തിലാണ് വരെ കിലൽ മുജിരി മെയിനി. അപ്പോൾ നോക്കി നിങ്ങൾ, മുജിരി മെയിനി തസ്നിയാണ്. തസ്നിയൻ്റെ ഇറാബ് എന്താ? തസ്നിയ ജറ് കിട്ടുന്ന സമയത്ത് യാവ് വരണം. അപ്പോൾ ഇവിടെ ആ നിലക്ക് ഓക്കെയാണ് അല്ലേ, ആ നിലക്ക് ഇവിടെ ഓക്കെയാണ്. ഇനി കിലൽ മുജിരി മാനി, ഇവിടെ മുലാഫിനിലേഹി അലിഫുണ്ട്, അലിഫ് റഫ് അല്ലേ, ജറിൻ്റെ സമയത്ത് യാ അല്ലേ വരേണ്ടത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി കിലയിൽ അൽ മുജിരിമൈനി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുലാഫിനിലേഹി ലാഹിറാകുന്ന സമയത്ത് കില മുലാഫായിരിക്കും. മുലാഫിനിലേഹി ചിലപ്പോൾ ലമീർ വരും, ചിലപ്പോൾ ലാഹിർ വരും. ലാഹിർ വരുന്ന സമയത്ത് മഖ്സൂർ ആവണം. മഖ്സൂർ പറഞ്ഞാൽ അസാ ഫത്ത പോലെ എപ്പോഴും അലിഫ്. ഇവിടെ ലാഹിറിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടും അലിഫ് കിട്ടിയില്ല, കിലയെന്നായി പറയുന്നത്. അത് ശരിയല്ല. ഇനി അൽ മുജിരിമൈനി 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു, കുഴപ്പമില്ല. അവിടെ കില വന്നില്ല കേട്ടോ, കില വരണം നമുക്ക് നിർബന്ധമൊന്നുമില്ലല്ലോ. എന്നിട്ട് ശേഷം കില വരുന്നുണ്ട് 2 കുറ്റവാളികളെ. അപ്പോൾ ഇതെന്താണ്? 2 കുറ്റവാളികളെ എന്ന് പറയുന്നത് മഫ്ഊലാണ്. ആ മഫ്ഊലിനെ തൈക്കീദ് ചെയ്തുകൊണ്ടാണ് കിലൈഹിമ എന്ന് പറയേണ്ടത്. കാരണം കില എന്ന് പറയുന്നത് ലമീറിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്ന സമയത്ത് മുഅറബായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ മുജിരിമൈനിയെ തൈക്കീദ് ചെയ്യുന്ന സമയത്ത് കിലക്ക് എന്ത് കിട്ടണം? ഇതിൻ്റെ അതേ ഇറാബ് കിട്ടണം. ഈ മുജിരിമൈനിയുടെ ഇറാബ് എന്താണ്? മഫ്ഊൽ എന്നുള്ളതിലേക്ക് നെസ്ബാണ്. അപ്പോൾ കിലക്കും നെസ്ബ് കിട്ടണം. കില ആരെ പോലെയാണ്? കില തസ്നിയെ പോലെയാണ്. തസ്നിയൻ്റെ നെസ്ബ് എങ്ങനെയാണ്? യാ കൊണ്ടാണ്. അപ്പോൾ കിലൈഹിമ എന്ന് പറയേണ്ടിയിരുന്നു, ഇവിടെ കിലാഹുമ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതും തെറ്റാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ശരി ഏത് മാത്രമേ ഉള്ളൂ? ഒന്നാമത്തെ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ബലാഗയായിട്ടുള്ള ബദീബ് എഴുതുന്ന കാര്യങ്ങളാണ്? ജിനാസ്, തിബാഖ്, തൗരിയത്ത്, സജ്. ജിനാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. ആദ്യം നോക്കും, മുത്തക്കലിം ഒരു മുഫ്രദ ലഫ്ദിനെ പറഞ്ഞതിന് 2 മഅന ഉണ്ടാകും. ഖരീബും അത് ഉദ്ദേശിക്കപ്പെടില്ല, മറ്റൊന്ന് ബഈദ് അതായിരിക്കും ഉദ്ദേശിക്കപ്പെടുക. അപ്പോൾ തൗരിയത്ത്. ഇനി 2 ഫാസിലുകൾ അവസാനത്തെ ഹർഫിൽ എന്തായിരിക്കണം? യോജിക്കണം. അവസാനത്തെ ഹർഫിൽ യോജിക്കണം. അപ്പോൾ സജുവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഇനി 2 ലഫ്ദുകൾ സംസാരിക്കുന്നത് ഒരു പക്ഷേ മഅനയിൽ വ്യത്യാസമുണ്ട്.
ജിനാസാണ് അല്ലേ. ഇനി ഒരു വസ്തുവും അതിൻ്റെ ലിദ്ദിൻ്റെയും ഇടയിൽ ഒരുമിച്ച് കൂട്ടും, അത് തിബാക്കാണ്. അപ്പോൾ അലിഫ് എന്ന് പറയുന്നത് 3 ബാ എന്ന് പറയുന്നത് 4, ജീമു എന്ന് പറയുന്നത് 1, ദാല് എന്ന് പറയുന്നത് 2. 1 3 ബാ 4 അല്ലേ, 3 4 1 2, 3 4 1 2. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, 1 3 ജിനാസ് 3 ഒക്കെ ബദീയായിട്ട് കാര്യങ്ങൾ എല്ലാവർക്കും കുറേ കൂടി വ്യക്തമായിട്ട് അറിയുന്നതാണ്. ഇനി ലഹും ഫിൽ ജരിയസ് സൗൽ വ ജരിയുസ് സൈൽ വ ഇലൽ ഖൈരി ജരിയുൽ ഖൈൽ. ഒഴുക്കുന്ന വിഷയത്തിൽ അവർക്ക് എന്തുണ്ട്, ഒരു പ്രളയം, വെള്ളത്തിൻ്റെ കുത്തൊഴുക്കൊക്കെ ഉണ്ടാകുന്ന സമയത്തുള്ള ഒഴുക്ക് പോലെയുണ്ട്. ഖൈറിലേക്ക് അവർ കുതിര വരുന്നത് പോലെ വേഗത്തിൽ വരും ചെയ്തു. നല്ല മദ്ഹ് കൊണ്ട് പറയുന്ന രൂപത്തിലുള്ളതാണ്. ഇതെന്തിൻ്റെ ഉദാഹരണമാണെന്നുള്ളതാണ് നമുക്ക് തിരിയേണ്ടത്. തിബാക്കാണോ, ജിനാസാണോ, തൗരിയത്താണോ, മുക്കാബലയാണ്. നേരത്തെ തൊട്ട് മുമ്പത്തെ കോളത്തിൽ തിബാക്ക് എന്താന്ന് പറഞ്ഞു, ജിനാസ് എന്താന്ന് പറഞ്ഞു, തൗരിയത്ത് എന്താന്ന് പറഞ്ഞു, മുക്കാബല എന്താന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. മുക്കാബല എന്ന് പറഞ്ഞാൽ എന്താണ്, അയ്യുദ്ക്കറ ഷൈഅൈനോ അക്സറ അല്ലേ, 2 അതിലധികമോ കാര്യങ്ങൾ പറയും. സുമ്മ യുദ്ക്കറു ഓരോന്നിനും മുക്കാബലയുള്ളത് പറയുകയും ചെയ്യും. ആദ്യം 1-2 കാര്യം പറയും, എന്നിട്ട് അതിനോടൊക്കെ പകരം നിർത്താൻ പറ്റുന്നതിനെ ശേഷം കൊണ്ടുവരികയും ചെയ്യും. അതിനാണ് മുക്കാബല എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടോ? തിബാക്ക 2 വൈരുദ്ധ്യങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് തിബാക്ക. ഇവിടെ അങ്ങനെ വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ടോ? ഖൈറ് ഖൈലൊന്നും വൈരുദ്ധ്യമല്ല അല്ലേ. ജിനാസ് എന്ന് പറഞ്ഞാൽ എന്താ, ലഫ്ദിൽ ഒരുപോലെ തോന്നും, മൈനയിൽ അത് വ്യത്യാസമായിരിക്കും. ഇവിടെ സെയിലും ഖൈലും ലഫ്ദിൽ ഒരുപോലെ തോന്നുന്നുണ്ടോ? കുറച്ചല്ലേ തോന്നുന്നുള്ളൂ, അത് മതി. ജിനാസ് താമും ഉണ്ട്, ജിനാസ് നാക്കിസും ഉണ്ട്. ഇത് ജിനാസ് നാക്കിസാണ്. 2 ഹർഫുകൾ ഒരുപോലെയാണ്, ഫസ്റ്റ് ഹർഫിലാണ് മാറ്റുള്ളത്. അപ്പോൾ ജിനാസ് നൗഉൽ ഹറൂഫിൽ, ഹർഫിൻ്റെ ഇനം ഏത് എന്നുള്ളതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. അതുകൊണ്ട് ഇത് ജിനാസ് താമല്ല, ജിനാസ് നാക്കിസാണ്. ഓക്കെ, അപ്പോൾ അത് ജിനാസ് എന്നുള്ളത് ക്ലിയർ ആണ് അല്ലേ. തൗരിയത്ത് പറഞ്ഞാൽ 2 മൈന വേണം, ഖരീബ് ഉദ്ദേശിക്കപ്പെടരുത്, ബായിദ് ഉദ്ദേശിക്കണം, അങ്ങനത്തെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. അപ്പോൾ ജിനാസാണ് ഇവിടെ ശരിയായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്. ഇനി ഓരോ കവികൾ ഏത് കാലഘട്ടത്തിൽ എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ് അല്ലേ. ജമീൽ ബിൻ ഉമർ അമവിയാണ്, ഉർവത്ത് ബിൻ വറദ് സൂലൂക്കാണ്, ഇബ്നു റൂമി അബ്ബാസിയാണ്, കഅബ് ബിൻ സുഹൈർ മുഖദറമാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ജമീൽ ബിൻ ഉമർ അല്ലേ, ഏതാണ്, 3-ാമത്താണ്, ഷായറുൻ അമവിയാണ്. ഉർവത്ത് ബിൻ ബർദ് സഅലീക്കാണ്. അതേപോലെ ഇബ്നു റൂമി അബ്ബാസിയാണ്. കഅബ് ബിൻ സുഹൈർ അവർ മുഖദറമാണ്. ഓക്കെ, സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റിയൊരു ചോദ്യമാണ്. ഇനി മുദീർ എന്ന് പറഞ്ഞാൽ അതിൽ മാനേജർ, അത് ഏതിൽ നിന്ന് പിടിക്കപ്പെടുന്നതാണ്? ഈ ദൗർ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത്. ഒക്കെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് മനസ്സിലാക്കേണ്ട ആളാണല്ലോ ഈ മുദീർ. മുദീറിൻ്റെ പണി തന്നെ എന്തായിരിക്കും? മാനേജർ മൊത്തം അങ്ങനെ റൗണ്ട് അടിക്കുന്ന പണിയായിരിക്കും മുബർക്ക് ഉണ്ടാവുക. ഇനി ഷാഹുലുല്ലാഹു ദൈലയുടെ രചനയല്ല ഏത്, അത്യബിന്യകം അവരുടെ രചനയാണ്. ഔജുസഫ ബലഗറാമിയുടെ മറ്റേ രചനയാണ് അല്ലേ. തഫീമത്തുല്ലാഹിയെയും ബുദ്ദുറുൽ വാസിയൊക്കെ അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. അപ്പോൾ ഔജുസഫ ഫി മദിഹിൽ മുസ്തഫ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെതല്ല. ഇനി താഴെയുള്ളതിൽ ശരിയായിട്ടുള്ള ജുംല ഏത് എന്നുള്ളതാണ്. ഓക്കെ, തഅഖറത്തിൽ ഹാഫിലത്തു 5 സഅത്ത്, എന്ത് ചെയ്തു? ബസ് പിന്തി. എത്ര മിനിറ്റ് പിന്തി? 5 മിനിറ്റ് പിന്തി. ഇഷ്തറക ഖാലിദ് ഫി മുഅളമിർ റഹ്ല, എന്ത് ചെയ്തു? ഖാലിദ് പല യാത്രകളിലും പങ്കുചേർന്നു. സായിദ്, നീ സഹായിക്കും, മൻ ഒരാളെ, യഹ്താജ് മിൻഹു ഇലൽ മുസാഅദ, സഹായത്തിലേക്ക് അവനിൽ നിന്ന് ആവശ്യമുണ്ട്. ആവശ്യം അല്ലേ. ഇന്നൽ ഇഖ്തിസാദ, സമ്പത്ത് എൻമു, അത് വർദ്ധിക്കും, വളരും, മിഥല ഷജറ, മരം പോലെ. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പം നമുക്ക് തോന്നുന്നില്ല. ഇവിടെ 5 സാഅത്ത് എന്നുള്ളതാണ് മുഫ്രദ്. സാഅത്ത് എന്നുള്ളത് മുഅന്നത്ത് ആയതുകൊണ്ട് 5 എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. ഇവിടെ 5 മുഅന്നത്തായിട്ടാണ് വന്നത്. ഇത് തെറ്റാണ്. സാഅത്ത് എന്നുള്ളത് മുഅന്നത്താകുമ്പോൾ 5 എന്തായിരിക്കണം? മുദക്കറായിരിക്കണം. പക്ഷെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മുഅന്നത്തായിരിക്കണം. അതുകൊണ്ട് അത് പരിഗണിക്കാൻ പറ്റില്ല. ഖാലിദ് ഒട്ടുമിക്ക യാത്രയിലും പല യാത്രയിലും പങ്കുചേർന്നു. ഇഷ്തറക്ക എന്ന് പറഞ്ഞാൽ പങ്കുചേർന്ന ചുരുങ്ങിയത് 2 ആൾ വേണ്ടേ. ഖാലിദ് പങ്കുചേർന്നു പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇഷ്തറക്ക ഖാലിദിൻ വസീദ്, അങ്ങനെ
രണ്ട് ആൾ എന്നുള്ള രീതിയിലെങ്കിലും ഇവിടെ പരാമർശം ഉണ്ടായിരിക്കണം. ഇഷ്തിറാക്ക് എന്ന ലഫ്ള് തന്നെയും പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി സായിദ്, നീ സഹായിക്ക്, മൻ ഒരുത്തനെ, തഹ്താജ് മിൻഹു അവനിൽ നിന്ന് നിനക്ക് ആവശ്യമുണ്ട്, ഇലൽ മുസാദ സഹായത്തിലേക്ക്. അപ്പോൾ നിനക്ക് സഹായം ആവശ്യമുള്ള ഒരാളെ നീയും സഹായിക്കണം എന്നുള്ളതാണ് ലാഹിറായിട്ട് അതിൻ്റെ ആൻസർ വരേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ സാഅദമൻ ഒരുത്തൻ സഹായിച്ചു, യഹ്താജു മിൻഹു അവനിൽ നിന്ന് ആവശ്യമുണ്ട്. ആര്? അപ്പോൾ യഹ്താജു എന്ന് പറയുമ്പോൾ ഈ ഫായിലിനെ നമുക്ക് പിടുത്തം കിട്ടാതെ വരും. ഇനി ഇവിടെ ഇന്നയുടെ ഇസ്മ ഇഖ്തിസാദ, യൻമു, ഖബർ, അല്ലേ, മിസല ഷജറ, അവിടെ പ്രത്യേകിച്ച് നിയമപരമായിട്ട് നമ്മൾ തെറ്റൊന്നും കാണുന്നില്ല. ഈ ഇന്നയുടെ ഖബറിന് റഫാണ് വേണ്ടത്. ഇവിടെ യൻമു എന്നുള്ളത് അല്ല, ഇവിടെ യൻമു എന്നുള്ളത് ജുംലയാണ്. ജുംല ആകുമ്പോൾ പിന്നെ മഹലിലായിരിക്കുമല്ലോ എന്തുണ്ടാവുക, അതിൻ്റെ റഫും കാര്യങ്ങളൊക്കെ വാഹിറാവുക. ഇനി ഈലിയാബുമാലിയുടേതാണ് ഇത് ഹമായിൽ. അപ്പോൾ 1, 3 എന്ന് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഇവിടെ ഉള്ളൂ അല്ലേ, നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടിയില്ല. റഷീദ് അയ്യൂബ് 1 നോക്കുക, ഹിയത് ദുനിയ ഓക്കെയാണ്. ജീമ് 4 ഇല്യാസ് ഫർഹാത്ത് ജദീദിലുണ്ടായിരുന്നു. നസീബ് അരീള സംസാമ. ഓക്കെ, ആൻസർ വളരെ സിമ്പിളായിട്ടുള്ള ഈലിയാബുമാലിയുടേത് എല്ലാവർക്കും ഒരു ഹമായിലാണെന്ന് ആ ഒറ്റൊന്ന് കണ്ടെത്തിയാൽ തന്നെയും നമുക്ക് ആൻസറിലേക്ക് ലളിതമായിട്ട് എത്താൻ പറ്റും. ഓക്കെ, ഇനി അംർ ഇബ്നു കുൽസൂമിൻ്റെ മുഅല്ലഖയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതിന് ഓരോ ക്വസ്റ്റ്യനെയും കൂടെ തന്നെ വിശദീകരിക്കാൻ കേട്ടോ, കാര്യങ്ങൾ വലിയ കൺഫ്യൂസിങ് അല്ലാത്തൊരു ഭാഗമായതുകൊണ്ടുകൂടിയാണ്. അതെന്തായിരുന്നു? ഹംസിയാണ്, ബഹറുൻ ഖഫീഫിലാണ്. അത് തെറ്റാണ് അല്ലേ. ബഹറുൻ ഖഫീഫ് ഹംസി മുഅല്ലഖയിലെ കൂട്ടത്തിലുള്ളത് ഹാരിത്ത് ഇബ്നു ഹിൽസക്കാണല്ലോ കാര്യമായിട്ട്. ഇനി നൂനിയാണ്, ബഹർ വാഫിറാണ്. അത് ശരിയാണ്. അംർ ഇബ്നു കുൽസൂമിലെ അലാഹി ബീബി സഹ്നിക വസ്ബഹീന ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. വലാ തുബ്ഖി ഖുമൂറൽ അന്തരീന, നൂനാണ്. അന്തരീന എന്നുള്ളത് കൂട്ടത് ഇഷ്ബഹ മറ്റൊക്കെ ആയിട്ട് പരിഗണിക്കപ്പെടുന്ന നൂനാണ് അല്ലേ. അപ്പോൾ അത് നൂനിയാണ്, ബഹറുൻ വാഫിറുമാണ്. ഓക്കെ, ഇനി അത് 100 ബൈത്ത് ഉണ്ട്. അത് യഥാർത്ഥത്തിൽ 1000 ബൈത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ 10-1 ഇപ്പം എന്താകുന്നത് നമുക്ക് കിട്ടുന്നത്. അത് 100ആണ്. അത് നിൽക്കതും ശരിയാണ്. അതിൻ്റെ ആദനത്തിന ബൈനഹ അസ്മാ ഉർബസാവി യമുല്ലു മിൻഹു സവാഉ എന്നുള്ളത് ഹംസിയാണ്. ബഹറുൻ ഖഫീഫ് ഹംസിയൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ. ഹംസിയ എന്നുള്ളത് ഹാരിത്ത് ഇബ്നു ഹിൽസയുടെ മുഅല്ലഖയാണ്. ഇനി അലാഹി ബീബി സഹ്നിക വസ്ബഈന എന്നുള്ളത് ആരുടേതാണ്? അംർ ഇബ്നു കുൽസൂമിൻ്റേതാണ്. അപ്പോൾ ബാ ശരിയാണ്, ജീം ശരിയാണ്, ഹാഉം ശരിയാണ്. ബാഉം ജീമും ഹാഉം ശരിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, കറക്റ്റ്. ആ ഒരു ഓപ്ഷൻ തന്നെയാണ് ശരിയെന്ന് പറയുന്നത്. ഇനി നോക്കൂ, സ്റ്റെറിലൈസേഷൻ നമ്മൾ പറയാറുണ്ട്, ഈ വന്ധ്യംകരണം എന്ന് പറയാറുണ്ടല്ലോ അല്ലേ. അഖീമ് എന്ന് പറയാറുണ്ട്, ഈ വന്ധ്യയായിട്ടുള്ള പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമൊക്കെ അഖീമ് എന്ന് പറയാറുണ്ട് അല്ലേ. ഇനി ഇഖ്തിസാറിന് മറ്റേ അറബിയിൽ പറയാറുണ്ട്, നമ്മൾ ആണുങ്ങൾ വരിയൊടിച്ച് കളയുന്നതിനൊക്കെ. തത്ഈമ് എന്ന് പറഞ്ഞാൽ ടു ഫീഡ് എന്നൊരു മാനേ ഉള്ളൂ, ഭക്ഷിപ്പിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. തൽഖീഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷനാണ് പറയുക, വാക്സിനേഷനാണ്. തജ്മീദ് പറഞ്ഞാൽ മരവിപ്പിച്ച് കളയലാണ്, ഫ്രീസ് ചെയ്യലാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെയൊക്കെ ഒരു മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ തൽഖീം, വന്ധ്യംകരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി ഷെയറു തഫ്ഇൽ ആദ്യമായിട്ട് വരുന്നത് എപ്പോഴാണ്? നമുക്കറിയാം ഷെയറു തഫ്ഇലയുടെ അല്ലെങ്കിൽ ഷെയറുൽ ഹുറിൻ്റെ ആളാരാണ്? നാസിക്കുൽ മലായിക്കയാണ്. നാസിക്കുൽ മലായിക്കയുടെ കോളറ എന്ന് പറയുന്ന ആദ്യത്തെ ഖസീദ വരുന്നത് എപ്പോഴാണ്? 1947 19 അല്ലേ. 19 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടാണ്. 20-ാം നൂറ്റാണ്ടിലാണ് അതെന്താകുന്നത് വരുന്നത്. 1947 എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇനി നിസാർ ഖുബ്ബാനിയുമായി ബന്ധപ്പെട്ട്, നിസാർ ഖുബ്ബാനി അദ്ദേഹം ഹുഖൂഖ്, അദ്ദേഹം ലോ പഠിച്ച ആളാണ്. പക്ഷേ ജാമിയ അമേരിക്ക നല്ല പഠിച്ചത്, ജാമിയ സൂരിയ എന്നോ അല്ലെങ്കിൽ ജാമിയ ദിമഷ്ക് എന്നൊക്കെ അറിയപ്പെടുന്നിടത്തു നിന്നാണ് അദ്ദേഹം 1945 ഈ പറയുന്ന ബിരുദം വാങ്ങി പുറത്തു വരുന്നത്. കവിതയ്ക്ക് വേണ്ടി അദ്ദേഹം ഉദ്യോഗം രാജിവെച്ചു. ശരിയാണ് അല്ലേ, കവിതയ്ക്ക് വേണ്ടി അദ്ദേഹം ഉദ്യോഗവും മറ്റും രാജിവെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ജാമിയ ദിമഷ്ക്, മൂന്നാമത്തെ ഓപ്ഷൻ ഇതാണ്. ജാമിയ ദിമഷ്കിൽ നിന്നാണ് അദ്ദേഹം ഹുഖൂഖിൽ നിന്ന് ബിരുദമെടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദീവാൻ ഖസായിദ് മുത്തവഹിഷയല്ല, പിന്നെ എന്താണ്? ഖാലത്തിലിയ സമ്രാ എന്നുള്ളതാണ്. അപ്പോൾ ബാ ജീമ് ഹാ, ബാ ജീമ് ഹാ, നേരത്തെ ഓപ്ഷനും ഇതേപോലെ ബാ ജീമ് ഹാ ആയിരുന്നു ശരി അല്ലേ. നമ്മൾ നോക്കുക, ബാ ജീമ് ഹാ എന്നാണ് കറക്റ്റ് ആൻസർ, അത് തന്നെയാണ്. ഓക്കെ, ഇനി ലനാ വത്നുൻ ഹല്ലാ സമീന നുജീബുഹു വഹല്ലാ റഅയ്നാ ളഅഫഹു വശുഹൂബഹു ഇദാ കാന ഹുബ്ബുൽ ഗൈരി ഫർളൻ അലൽ ഫത ഫകം ഹുവ ഫർളൻ അൻ യുഹിബ്ബ ഖരീബഹു. ഈ ബൈത്ത് ലി ഐനൈക യാ ലബനാൻ എന്ന് പറയുന്ന കവിതയിൽ നിന്നുള്ളതാണ്. അത് ആരുടേതാണ്? ഇത് നമ്മളെ ഈസ അൻ നാഗൂരിയുടെ ഒരു പുസ്തകമുണ്ട്, പ്രസിദ്ധമായിട്ടുള്ള ഈസ അൻ നാഗൂരിയുടെ അദബുൽ മഹ്ജർ.
അദബുൽ മഹജർ എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ റഷീദ് സലീം ഖൂരിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് ആ വിശദീകരണത്തിൽ എന്തുണ്ട്, ഈ കവിതയും അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റഷീദ് സലീം ഖൂരിയുടേതാണിത്. ഓക്കെ. വഹദറിൽ ബഗിയ ഫഇന്ന മസ്റഹു വഖീം, അല്ലേ? മോശം അങ്ങനത്തെ ആളുകളൊക്കെ കരുതണം, അവരുടെ പോരാട്ടം ആ കച്ചറ അതൊക്കെ എന്തായിരിക്കും, ഭയങ്കരമായിട്ടുള്ളതായിരിക്കും. നീ എന്ത് ചെയ്യണം, ദുൽമിനെ കരുതണം, അത് ഭയങ്കര പ്രശ്നവും കാര്യങ്ങളൊക്കെ നാശം ഉണ്ടാക്കുന്നതാണ്. നീ ജരീർ ഹജാഗ് നടത്തുന്നുണ്ടെങ്കിൽ മൂപ്പരെ മുമ്പിൽ പോകാൻ നിൽക്കണ്ട. അതേപോലെ ഫറസക്ക് ഫഹ്ർ പറയുന്നുണ്ടെങ്കിൽ നീ അവിടെ പോകാൻ നിൽക്കണ്ട. ജാഹിദിന് പല റിസാലകളുണ്ട്, അല്ലേ? അപ്പോൾ ആ ഒരു റിസാലയിൽ ജാഹിദ് പറയുന്ന വാചകമാണ് ഇത് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. 25 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചോദ്യത്തിൻ്റെയും ഇതിൽ പല ചോദ്യങ്ങളും നഹവും ഗ്രാമറുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതിൻ്റെയൊക്കെ ഒരു ചെറിയ വിശദീകരണം അതാത് സമയങ്ങളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രാമർ കുറേ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. വിവിധ രീതിയിലാണ്. മുമ്പൊക്കെ ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ചോദ്യം അതത് മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഗില എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ആ രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.